ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാവലാളാണ് എന്ന വലിയ വായിൽ പരപ്പുറത്ത് കയറിയിരുന്ന് പ്രസംഗിച്ച ഈ പിണറായി സർക്കാരിന് ഇത്രയും കാലം ഭരിച്ചിട്ടും ചെയ്യാൻ പറ്റാത്ത എന്താണോ അതാണിപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിൽ വന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്ന നമ്മുടെ പുതിയ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് പ്രഖ്യാപിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഡാമിന് ബലക്ഷയമുണ്ട് എന്ന് ജനങ്ങൾ നിലവിളിക്കുമ്പോൾ അയ്യോ തമിഴ്നാടുമായി വഴക്കിന് പോകേണ്ട, ഡാം സുരക്ഷിതമാണ്, ആശങ്ക വേണ്ട എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി നോക്കിയിരുന്നത്. അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ വിരലരക്കിയാൽ ഇവിടെ പിണറായി വിജയൻ അനുസരണയുള്ള കുട്ടിയെ പോലെ നിൽക്കുമായിരുന്നു. ജനങ്ങളുടെ സുരക്ഷയേക്കാൾ അവർക്ക് വലുത് വോട്ട് ബാങ്കും അയൽ സംസ്ഥാനമായുള്ള അന്തർധാരയും ഒക്കെ ആയിരുന്നു. കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റ മന്ത്രി മോൻസ് ജോസഫ് ചാർജ് എടുത്ത ഉടൻ തന്നെ സിംഗിൾ ഷോട്ടിൽ കാര്യം പറഞ്ഞു. ജനങ്ങളുടെ ജീവൻ വെച്ച് പരീക്ഷിക്കാൻ ഞങ്ങളെ കിട്ടില്ല. പുതിയ ഡാം തന്നെയാണ് ശാശ്വത പരിഹാരം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നത് സർക്കാരിന്റെ അടിസ്ഥാന നിലപാടാണെന്നും ഇതിനുവേണ്ടി തമിഴ്നാട് സർക്കാരുമായി ഒരു അഭിപ്രായ സമന്വയത്തിൽ എത്തുവാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു. സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കുന്നതിന് മുൻപ് കഴിഞ്ഞ സർക്കാർ പൂർത്തിയാക്കാതിരുന്ന നടപടികൾ ഇപ്പോൾ പൂർത്തീകരിക്കുമെന്നും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. തമിഴ്നാടിന്റെ നിലപാട് വൈകാരികവും കർശനവുമാണെന്നതും സുപ്രീം കോടതിയിൽ തമിഴ്നാടിന് അനുകൂലമായ വിധികൾ ഉണ്ടായിട്ടുണ്ട് എന്നതും വലിയ കടമ്പയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തമിഴ്നാടിന് ആവശ്യമുള്ള വെള്ളം നൽകിക്കൊണ്ട് തന്നെ കേരളത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി പുതിയ ഡാം നിർമ്മിക്കാനുള്ള ശ്രമം തുടരുമെന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. ഇത് കേട്ടതോടെ പിണറായി വിജയനും CPM-നും കിട്ടിയത് കനത്ത രാഷ്ട്രീയ തിരിച്ചടി തന്നെയാണ്. ഞങ്ങൾ ചെയ്യാത്തത് മറ്റാരും ചെയ്യില്ല എന്ന CPM-ന്റെ അഹങ്കാരത്തിനാണ് ജനങ്ങൾ നൽകിയ ഭരണമാറ്റത്തിലൂടെ ഇപ്പോൾ മറുപടി കിട്ടിയിരിക്കുന്നത്. അണക്കെട്ടിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയെയും തമിഴ്നാടിനെയും കാണിച്ച ഇത്രയും കാലം ജനങ്ങളെ പറ്റിച്ചവർക്ക് മുന്നിലൂടെയാണ് ഇപ്പോൾ പുതിയ സർക്കാർ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് പുതിയ ഡാം നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുന്നത്. ഇത് കേവലം ഒരു പ്രഖ്യാപനമല്ല, ജനങ്ങളെ ഭയത്തിൽ നിർത്തി രാഷ്ട്രീയം കളിച്ച CPM-ന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. പറ്റില്ലെങ്കിൽ അങ്ങ് മാറി നിൽക്കണം സാറേ, ചെയ്യാൻ അറിയാവുന്നവർ ഭരിച്ചോളുമെന്ന് ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ കാണിച്ചു കൊടുത്തു. ഇപ്പോൾ ഇതാ മന്ത്രി മോൻസ് ജോസഫ് അത് പ്രവർത്തിച്ച് കാണിക്കാനും തുടങ്ങിയിരിക്കുന്നു. പിണറായി സർക്കാരിന് പറ്റാത്തത് കോൺഗ്രസ് സർക്കാർ നടത്തി കാണിക്കും എന്നാണ് UDF സർക്കാർ എടുക്കുന്ന ഓരോ ജനകീയ തീരുമാനങ്ങളും നമ്മളോട് പറയുന്നത്.